ഹായ് ഗൈസ്, അപ്പോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമിയോപ്പതി ആൻഡ് കൺവെൻഷണൽ മെഡിസിൻ. സോ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സ്പെഷ്യലി ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സുകളും അതുപോലെ തന്നെ ഒരുപാട് മിസ്കൺസെപ്റ്റ്സും ഉണ്ട്. സോ അത് ഒരു കൺവെൻഷണൽ മെഡിസിനുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. സോ വേറെ ഒന്നല്ല, ഹോമിയോപ്പതി എന്ന് പറയുന്ന ആ സിസ്റ്റം ഓഫ് മെഡിസിൻ യൂഷ്വലി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് തന്നെ എസ്പെഷ്യലി ആ മെഡിസിൻസ് പ്രൂവ് ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബോഡിയിലാണ്. അതായത് ലൈക്ക് ക്യൂവേഴ്സ് ലൈക്ക് എന്നൊരു കൺസെപ്റ്റിലൂടെയാണ് ഹോമിയോപ്പതി മെഡിസിൻസിന്റെ ഡിസ്കവറി എന്ന് പറയുന്നത്. വേറെ കൺവെൻഷണൽ മെഡിസിൻസ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അത് അങ്ങനെ അല്ല. ഒരു ഹെൽത്തി ഹ്യൂമൻ ബീങ്സിൽ പരിശോധിച്ച് നോക്കിയിട്ട് അങ്ങനെ അല്ല അത് ക്യൂർ ചെയ്യുന്നത്. സോ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ആ രണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഹോമിയോപ്പതിയിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പനിക്കും ജലദോഷത്തിനും തലവേദനയ്ക്കും മാത്രമല്ല ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഈവൻ ഇൻഫെർട്ടിലിറ്റിക്ക് വരെ ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. സോ ഈവൻ PCOSനെ ട്രീറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കേസസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. ഹോമിയോപ്പതിയിൽ ഇപ്പൊ ഗർഭിണി ആയിരിക്കുന്ന ഒരു പേഷ്യന്റിന് വേദന ഇല്ലാതെ സുഖമായിട്ട് പ്രസവിക്കാൻ പോലും ഉള്ള മെഡിസിൻ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. സോ പ്രസവ സമയത്ത് ഒരുപാട് കണ്ടീഷൻസ് വരും. ലോ ലൈങ് പ്ലാസന്റ പ്രീവിയ ബ്ലീഡിംഗ് ആയിട്ടുള്ള കുറെ കേസസ് ഒക്കെ വരും. ഈവൻ അതിന് പോലും ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. സോ ഇതൊന്നും അവെയർ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. സോ അതിനൊന്നും അവയർനെസ് ഇല്ലാതെ അത് പനി വന്നാൽ ഹോമിയോപ്പതി എടുക്കാം, അല്ലെങ്കിൽ തലവേദന വന്നാൽ ഹോമിയോപ്പതി എടുക്കാം, അങ്ങനെ അല്ലാതെ ഇങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻസിനും ഹോമിയോ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ സ്കിൻ റാഷസ് എന്ന് പറയുന്നത് പ്രശ്നം ഇപ്പോ ഒട്ടുമിക്ക ആൾക്കാർക്കും വരുന്നതാണ്. സോ അതിന്റെ കോസ് എന്താന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ ഹോമിയോപ്പതിയിലെ ട്രീറ്റ്മെന്റ്സ്. സോ ഹോമിയോപ്പതിയിലെ ഒട്ടുമിക്ക ട്രീറ്റ്മെന്റ്സും അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള കോസ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഹോമിയോപ്പതിയിലെ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. സോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. വേറെ കൺവെൻഷണൽ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സോ നിങ്ങൾക്ക് ഒരാള് ഒരു അസുഖമായിട്ട് ക്രോണിക് ആയിട്ടുള്ള ഒരു അസുഖമായിട്ട് വരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവരോട് റെക്കമെൻഡ് ചെയ്യാം. ഒരു ഹോമിയോപ്പതിക് ഫിസിഷ്യനെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് നല്ലൊരു ട്രീറ്റ്മെന്റ്സ് ഹോമിയോപ്പതിയിൽ ഉള്ളത് കൊണ്ടാണ് ഹോമിയോപ്പതിയുടെ സക്സസ്ഫുൾ ഒരുപാട് രീതിയിൽ ഹോമിയോപ്പതി സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോ ഒട്ടുമിക്ക ട്രീറ്റ്മെന്റ്സും ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. സോ ഹോമിയോപ്പതിയില് നമ്മുടെ മൈൻഡിന് പോലും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സോ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അസുഖം, ഫോർ എക്സാമ്പിൾ മുട്ടുവേദന ഉള്ളൊരു പേഷ്യന്റ് ആണ്, വേറെ അവരുടെ മൈൻഡ് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അവർക്ക് ഒരുപാട് വിഷമങ്ങൾ അവരുടെ മനസ്സിലാക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് പേടിയുണ്ട് എങ്കിൽ നമ്മൾ അവരുടെ മൈൻഡ് സിംറ്റത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കാം മെഡിസിൻ കൊടുക്കുന്നത്. സോ ഈവൻ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണവും ഫിസിക്കൽ ആയിട്ടുള്ള വീക്ക്നെസ് വരാം. സോ യൂഷ്വലി അത് കോമൺ ആയിട്ടുള്ള ഒരു ഫിനോമിനാണ്. ഒരു ഹ്യൂമൻ ബീങ്സിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫിനോമിനാണ്. മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും പേടിയോ ഉണ്ടെങ്കിൽ അത് ശരീരത്തിനെ ബാധിക്കും. അതുപോലെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിനെയും ബാധിക്കും. സോ അങ്ങനത്തെ രീതിയിൽ കേസെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പേഷ്യൻസിനോട് സംസാരിച്ച് പേഷ്യന്റിന്റെ മനസ്സ് നന്നായിട്ട് അറിഞ്ഞ് അവരുടെ ഫാമിലി ഹിസ്റ്ററി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ് അത് ബേസ് ചെയ്തിട്ടാണ് ഹോമിയോപ്പതിയിൽ മെഡിസിൻ കൊടുക്കുന്നത്. സോ ഇൻഡിവിജ്വലൈസേഷൻ എന്നൊരു കൺസെപ്റ്റ് ഹോമിയോപ്പതിയിൽ ഉണ്ട്. സോ ആ രീതിയിൽ മാത്രമേ നമ്മൾ മെഡിസിൻസ് കൊടുക്കുള്ളൂ. പക്ഷെ അല്ലാതെ അസുഖം വച്ചിട്ടും മെഡിസിൻ കൊടുക്കുന്ന രീതികൾ ഉണ്ട്. പക്ഷെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള വേ ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. സ്കിൻ റാഷസ് പോലും മാനസികമായിട്ടുള്ള മെന്റൽ റെസ്റ്റ്ലെസ്സോ ആങ്സൈറ്റി ഒക്കെ കാരണം ട്രീറ്റ്മെന്റ് കൊടുക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ആൾക്കാരോടും എന്ത് ചോദിച്ചാൽ എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് കൺവെൻഷണൽ മെഡിസിൻ എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ്സ് എന്നേ പറയും. ആദ്യം ഹോമിയോപ്പതി എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറിനെ കാണിക്കാൻ പോകുന്നു എന്ന് പറയത്തില്ല. ഈവൻ നമ്മളുടെ അടുത്ത് വരുന്ന എല്ലാ അസുഖങ്ങളും ഭയങ്കരമായിട്ട് അങ്ങ് കുറച്ച് തരും, അല്ലെങ്കിൽ ഈവൻ ഹോമിയോ കഴിക്കുന്ന എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് അങ്ങ് കുറയും എന്ന് ഞാൻ പറയുന്നില്ല. അതിൽ കുറയാനുള്ള ചാൻസസ്
ഹൈ ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് വേറൊരു ഫോം ഓഫ് മെഡിസിനെയും താഴ്ത്തിക്കെട്ടുകയോ അല്ലെങ്കിൽ വേറൊരു കൺവെൻഷണൽ മെഡിസിനൽ ട്രീറ്റ്മെന്റ്സിനെ ചീത്ത എന്ന് പറയുന്നതോ അല്ല. ട്രീറ്റ്മെന്റ് ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേഷ്യൻസ് വേണം. അതായത് പേഷ്യന്റിന് കുറച്ച് പേഷ്യൻസ് വേണം. ഈവൻ എല്ലാവരും പറയും അത് ഭയങ്കര സ്ലോ ആക്ടിങ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ല. സോ ഒരു അസുഖത്തിന്റെ ക്രോണിസിറ്റി അല്ലെങ്കിൽ അക്യൂട്ട്നെസ് വെച്ചിട്ടാണ് അത് അസുഖം പെട്ടെന്ന് മാറുവോ പതിയെ മാറുവോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ അത് അവരുടെ ലൈഫ് സ്റ്റൈൽ, അതായത് അവരിപ്പോ മെഡിസിൻ കൊടുത്തു, ഈവൻ മെഡിസിൻ കൊടുത്തിട്ടും അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ചും ഇല്ല. അതായത് നടുവേദനയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി വീണ്ടും അവരുടെ ലൈഫ് സ്റ്റൈല് ഇരുന്നിട്ട് ജോലി ചെയ്യുന്നത്, അതായത് കുനിഞ്ഞും തോന്നും ജോലി ചെയ്യുന്നതാണെങ്കിൽ മെഡിസിൻ കഴിച്ചിട്ടുള്ള ഒരു ഫലം കിട്ടില്ല. കാരണം മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അല്ലാതെ മെഡിസിൻ മാത്രമല്ല അതിന്റെ കൂടെ പറയുന്ന മാനേജ്മെന്റ്സും കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ അത് നമ്മളെ ആക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് അത് പതിയെ മാറത്തുള്ളൂ എന്നല്ല, അത് മാറാൻ വേണ്ടി, അസുഖം മാറാൻ വേണ്ടി നിങ്ങൾ ടൈം കൊടുക്കുന്നില്ല എന്നതാണ് അതിന്റെ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേഷ്യൻസ് എന്ന് വെച്ചാൽ ഈ മെഡിസിൻ കഴിക്കുന്നതിനും ഒരു വിശ്വാസം വേണം. സോ അതാണ് ഒരു ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന പോലെ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ആ മെഡിസിനിൽ ഒരു വിശ്വാസം വേണം. ആ മെഡിസിൻ കഴിക്കുമ്പോൾ യെസ് എനിക്ക് കുറയും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ മെഡിസിൻ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യത്തുള്ളൂ. സോ അതിന്റെ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്യുവർ ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ഹോമിയോപ്പതിയിൽ ഉള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് മെന്റൽ ഹെൽത്ത് ഡിസീസസിനൊക്കെ കൺവെൻഷണൽ മെഡിസിൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ അല്ല. മെന്റൽ ഹെൽത്ത് ഡിസീസസിനും ഹോമിയോപ്പതിയിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. ഈവൻ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് പോലും ഹോമിയോപ്പതിയിൽ ഉണ്ട്. നിങ്ങളൊരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ തരുന്ന ഓരോ മാനേജ്മെന്റ്സ് ഉണ്ട്. ഇന്ന സമയത്ത് ഫുഡ് കഴിക്കണം, ഇന്ന സമയത്ത് ഈ മെഡിസിൻ എടുക്കണം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, ഇതൊന്നും നിങ്ങളുടെ ഡയറ്റിൽ എടുക്കാൻ പാടില്ല, ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ആക്ഷൻ പെട്ടെന്ന് തന്നെ സംഭവിക്കും. പിന്നെ വേറെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹോമിയോപ്പതി എടുത്തുകൊണ്ടിരിക്കും, ഉടനടി പെട്ടെന്ന് അസുഖം മാറുന്നില്ല, അപ്പൊ എനിക്ക് വേറെ ഏതെങ്കിലും കൺവെൻഷണൽ മെഡിസിൻ നോക്കുന്നു, വീണ്ടും അതേ അസുഖം മാറാതെ വീണ്ടും ഹോമിയോപ്പതിയിലേക്ക് വരും. സോ ഈ ഒരു ടൈം ഡ്യൂറേഷൻ മതിയായിരുന്നു പഴയ അസുഖം മാറാം. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റില് വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോമിയോപ്പതിയിലെ ട്രീറ്റ്മെന്റ്സ് ഒരു മെഡിസിൻ കഴിക്കുവാണെങ്കിൽ ആ അസുഖം മാത്രമല്ല കുറയ്ക്കുന്നത്. ആ അസുഖത്തിനെ പൂർണ്ണമായിട്ടും വേരോടെ പിഴുത് കളയുന്നു എന്നൊരു കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. വേറെ കൺവെൻഷണൽ മെഡിസിൻ എടുക്കുമ്പോൾ അപ്പോൾ ഉണ്ടായ പർട്ടിക്കുലർ സിംറ്റംസ് മാത്രമേ മാറുന്നുള്ളൂ, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ അവിടെ വരുന്നില്ല. സോ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ ഒരു ഡിസീസ് വേഴ്സായി അതിന്റെ ഗ്രേഡ് 3 വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ജസ്റ്റ് നമുക്ക് പാലിയേഷൻ, അതായത് കുറച്ച് രീതിയിലുള്ള ഒരു ആശ്വാസം മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. പക്ഷേ എന്നാൽ പോലും ട്രീറ്റ്മെന്റ്സ് ഈ ഒരു പർട്ടിക്കുലർ പേഷ്യന്റ് നമ്മളടുത്ത് വന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ തന്നെ ഇവൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കൺവേ ചെയ്യും. വീണ്ടും ആ പേഷ്യന്റിനെ വേഴ്സ് ആക്കാൻ ഒരിക്കലും നമ്മൾ മുതിരത്തില്ല. ബിക്കോസ് നമുക്ക് എപ്പോഴും പേഷ്യൻസിന്റെ ഒരു പേഷ്യൻസിന്റെ ഒരു സപ്പോർട്ടും കൂടെ വേണം. നമുക്കൊരു ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഒരു പേഷ്യന്റിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രീറ്റ്മെന്റ് ക്ലിയർ ആയിട്ടും സക്സസ്ഫുൾ ആവത്തുള്ളൂ. സോ ഇതാണ് ഏറ്റവും എക്സാക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഇതാണ്. സോ മറ്റതിന് കൺവെൻഷണൽ മെഡിസിൻസ് എടുക്കുമ്പോൾ അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ട്, വേറെ ഹോമിയോപ്പതിയിൽ സൈഡ് ഇഫക്ട്സ് കുറവാണ്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മെഡിസിൻസിൽ അടങ്ങിയിരിക്കുന്നത് വളരെ പ്യുവർ ആയിട്ടുള്ള കണ്ടന്റ്സ് മാത്രമാണ്. ദർ ഇസ് നോ കെമിക്കൽസ്. വേറെ കൺവെൻഷണൽ മെഡിസിൻസ് ആർ മേഡ് അപ്പ് ഓഫ് കെമിക്കൽസ്. അത് ഈവൻ അവർ തന്നെ പറയുന്നുണ്ട് അത് ഒരുപാടായി കഴിഞ്ഞാൽ അത് കിഡ്നിയും ലിവറുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഹോമിയോപ്പതി എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് നിങ്ങൾ ഒരു തവണ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് പണ്ടത്തെ പോലത്തെ ഒരു സിസ്റ്റം ഒന്നുമല്ല, ഒരുപാട് രീതിയിൽ വളരുന്ന ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതി. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടും ഹോമിയോപ്പതിയിൽ നിന്ന്. ഹോമിയോപ്പതി കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്യൂർ ഉണ്ടാകും.
സോ സപ്പോസ് നമുക്കൊരു കേസിന് നമുക്ക് മുന്നോട്ട് പ്രോഗ്നോസിസ് ഇല്ല, നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നമ്മൾ കണ്ണു അടച്ചൊരു പേഷ്യന്റിനോട് പറയും, നമുക്ക് ഇത് ഇച്ചിരി റിസ്ക് ആണ്, സോ നിങ്ങൾ വേറൊരു ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇതാ ദിസ് ഇസ് എ ഡിഫറൻസ്, ഇതാണ് ഡിഫറൻസ്. സോ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സോ ഹോമിയോപ്പതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ, till then, it's my talk with Dr. Alvius signing off. Thank you.